ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം അല്ലെ, എങ്ങനെയൊക്കെ പഠിക്കാന്നുള്ള ടിപ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വെറും കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗിവ് യുവർ സെൽഫ് എനോങ് ടൈം ടു സ്റ്റഡി അല്ലേ. അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് മാത്രം ഒന്ന് സമയം കണ്ടെത്തുക അല്ലേ. അപ്പൊ നിങ്ങൾ വേറെ ഒരു ചിന്തയും ചിന്തിക്കാതെ മൊത്തത്തിൽ നിങ്ങൾ പഠിത്ത കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതായത് ആ ഒരു പഠിക്കുന്ന സമയത്തെങ്കിലും നമ്മുടെ മൈൻഡിൽ ആ പഠിത്തം തന്നെയായിരിക്കണം. ആ സ്റ്റഡിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ പഠിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് നമ്മളെ സെൽഫ് എന്താണ് അവിടെ കൊടുക്കുക. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് എന്താണ്, പ്രാക്ടീസ് ഓൺ പാസ്റ്റ് പേപ്പേഴ്സ് അല്ലെ. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പാസ്റ്റിൽ അതായത് പണ്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ, അതൊക്കെ നോക്കുക. ആ പാസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ നിങ്ങൾ പഠിക്കാൻ പറ്റും. ഏകദേശം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, എക്സാം ആണെങ്കിൽ പോലും അതിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഓക്കെ, അതാണ് പ്രാക്ടീസ് ഓൺ പാസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെയുള്ളത് പ്ലാൻ യുവർ എക്സാം ഡേ. നമുക്ക് എക്സാം ഡേ വരികയാണെങ്കിൽ നമ്മളൊരു പ്ലാനിങ് നടത്തുകയല്ല. എക്സാം ഡേ ഇങ്ങനെയായിരിക്കും, ഇത്ര ദിവസം മുമ്പേ സ്റ്റാർട്ട് ചെയ്യും, അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് തുടങ്ങണം, ഇന്ന സമയത്ത് എണീക്കണം, അങ്ങനെയൊക്കെ എന്താണ് ഒരു പ്ലാനിങ് ആദ്യം ഒരു പ്ലാനിങ് ഉണ്ടാക്കുക. എക്സാമിന് തലേന്ന് ഇങ്ങനെ ഈ സബ്ജക്റ്റ് വായിക്കണം, ഈ സബ്ജക്റ്റ് ഇത്ര എടുക്കണം, ഈ സബ്ജക്റ്റിന് ഇത്ര മണിക്കൂർ കൊടുക്കണം, ടഫ് സബ്ജക്റ്റിന് ഇത്രയും കൊടുക്കണം, സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റിന് ഇത്ര സമയം കൊടുക്കുക. അങ്ങനെ എന്താണ് ഒന്ന് പ്ലാൻ ചെയ്യുക. എക്സാം ടൈം ആകുമ്പോഴേക്കും എന്താണ് ഒന്ന് പ്ലാൻ ചെയ്യുക. മറ്റൊന്ന്, ഫൈൻഡ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റഡി. നമ്മൾ പഠിക്കാൻ വേണ്ടി നല്ലൊരു പ്ലേസ് അല്ലേ. ചിലർക്ക് മ്യൂസിക് കേട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പഠിക്കണം. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അല്ലെ. നല്ലൊരു പ്ലേസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്ഥലം ആദ്യം നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റഡി വിത്ത് ക്ലാസ്മേറ്റ്സ്. നമ്മുടെ സഹപാഠികൾ, നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെയൊക്കെ എന്താണ് പഠിച്ചു നോക്കുമ്പോൾ നല്ല രസമാണ്. കമ്പൈൻ ആയിട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുന്നൊക്കെ പറയുന്നത് കേൾക്കാം. മിസ്സൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. കമ്പൈൻ സ്റ്റഡിയിലൂടെ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യാം ഈ സ്റ്റഡി വിത്ത് ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെയൊക്കെ എന്താണ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നുള്ളത് ഗെറ്റ്സ് പ്ലെന്റി ഓഫ് സ്ലീപ്. നല്ലോണം ഉറങ്ങുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ മാക്സിമം ഉറങ്ങി തീർത്തിട്ട് നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് സുഖസുന്ദരമായിട്ട് നിങ്ങൾ ഉറങ്ങണം. നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ഉത്സാഹമായിട്ട് നമ്മൾ നന്നായിട്ട് ഉറങ്ങുമ്പോൾ കേട്ടോ. കറക്റ്റ് സമയത്ത് ഉറങ്ങുക, എന്നിട്ട് എണീക്കുക അല്ലേ. നന്നായിട്ട് ആ ഒരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഒരു ഉഷാറായിരിക്കും. അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സെറ്റാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ടിപ്സായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.